അപ്പം മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്ട് വറുത്തരച്ച ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ പഴയ കാലങ്ങളിൽ നിത്യസ്ഥിരം ഉപയോഗിച്ചിരുന്ന ഒരു ടേസ്റ്റി ചമ്മന്തിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. നമുക്ക് ചോറ് കൊണ്ടുപോകാനും കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊണ്ടുപോകാനും നമുക്ക് കഞ്ഞി കുടിക്കാനും ഒക്കെ ഉള്ള നല്ല രുചികരമായിട്ടുള്ള ചമ്മന്തിയാണ്. ആദ്യം എല്ലാവർക്കും നന്ദിയും അറിയിക്കുന്നു എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന്. ഇനിയും കാണുമ്പോൾ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ മക്കളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മളുടെ ഈ രുചികരമായിട്ടുള്ള ഈ വറുത്തരച്ച ചമ്മന്തി എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം മക്കളെ. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മക്കളെ നമ്മുടെ ഈ വറുത്തരച്ച ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചെറിയ ഉള്ളിയാണ്. ഇത് കുറച്ചുണ്ട് കേട്ടോ, നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു തേങ്ങയുടെ ഒരു മുറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 കാശ്മീരി മുളകാണ്. നല്ല എരിവുള്ളതാണ് കേട്ടോ. കാശ്മീരി ആണെങ്കിൽ നല്ല മുളകാണ്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. പിന്നെ കറിവേപ്പില. പിന്നെ ഞാനിതിനകത്ത് 2-3 മണി കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം മക്കളെ, വറുത്തരച്ച ചമ്മന്തി തയ്യാറാക്കാനായിട്ട് നമ്മളുടെ ചീനിച്ചട്ടി അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി, നമ്മുടെ ഈ ചമ്മന്തി ഒരു മുറി തേങ്ങയ്ക്കുള്ള ചമ്മന്തി 10-15 ചെറിയ ഉള്ളിയുണ്ട്. ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല. നമ്മൾ ഈ ചമ്മന്തി അരയ്ക്കുന്നതിന് നമുക്ക് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മൾ ആ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള മുളക് കുറച്ച് നമ്മുടെ ഈ ചെറിയ ഉള്ളിക്കൊന്നും മൂപ്പുള്ളതാണല്ലോ. പണ്ടൊക്കെ നമുക്കിങ്ങനെ തേങ്ങ ചുട്ടരയ്ക്കുമായിരുന്നു. നമ്മൾ അടുപ്പിലിട്ട് ചുട്ടരയ്ക്കുന്ന ഒരു ചമ്മന്തി ഉണ്ടല്ലോ, അതേ ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഉള്ളി നന്നായിട്ട് ഈ ഇഞ്ചി നന്നായിട്ടൊന്ന് വാടക്കണം. അപ്പോൾ അതവിടെ കിടന്നൊന്ന് വാടി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് മൂത്തിട്ട് നമുക്കിതിലേക്ക് ഇനി നമ്മുടെ വറ്റൽമുളക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതൊന്ന് വറക്കാം. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഒരു തണ്ടം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ കിടന്നൊന്ന് നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളകൊക്കെ ഏകദേശം ഒന്ന് നമുക്കിനി നമ്മുടെ ഈ പുഴുപുളി നമുക്കത് പിച്ചി ഇട്ട് കൊടുക്കാം. പിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിഴുപുളിയും പിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതങ്ങ് നല്ലതുപോലെ അങ്ങ് മൂക്കണ്ട. നമ്മളെല്ലാം തേങ്ങ ഒക്കെ നമ്മൾ ചുട്ടരയ്ക്കുന്ന ഒരു ഫീലുണ്ടല്ലോ പഴയകാല, ആ രീതിയിലുള്ളൊരു ചമ്മന്തിയാണ്. ആ ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അധികം ക്രിസ്പി ആവാതെ അധികം മൂക്കാതെ, തേങ്ങ അധികം മൂക്കാതെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചുട്ടരയ്ക്കുന്ന അതേ ഫീലിലുള്ളൊരു ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് കൂട്ടി ചോറ് കഴിക്കാൻ എല്ലാവർക്കും അറിയാവുന്ന, ഇത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് ഈ ചമ്മന്തിയുടെ ടേസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഈ ചമ്മന്തി ആയിരുന്നു കേട്ടോ. സ്ഥിരം ചമ്മന്തിയായിരുന്നു ചോറുണ്ണാനും നമ്മൾ ഉപയോഗിച്ചിരുന്ന ചമ്മന്തി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറുണ്ണാൻ ഇത് മാത്രം മതി, അത്രയ്ക്ക് രുചിയുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് മൂക്കട്ടെ അവിടെ കിടന്ന് കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മുടെ ചമ്മന്തി അരയ്ക്കാനുള്ള ചേരുവകളെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചമ്മന്തി അരച്ചെടുക്കാം. നമുക്ക് കല്ലിലിട്ടാണ് സാധാരണ നമ്മൾ ഇത് അരച്ചാലേ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്കിത് കല്ലിൽ നമ്മളിത് അരച്ചോണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ വിടുന്നേ. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങായും
മുളകും എല്ലാം തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് അരകല്ലൊന്നും ഇല്ല ഇപ്പം. മിക്സിക്കകത്ത് അരച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ ഈ ഞെടുപ്പും നമ്മളങ്ങ് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. ഇതിപ്പം പിന്നെ എന്നിട്ട് നമുക്കിത് മിക്സിക്കകത്തിട്ട് അരയ്ക്കാം. ഞാൻ ഈ ഞെടുപ്പൊന്ന് എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഞെടുപ്പെല്ലാം എടുത്ത് നമുക്കിനി ഈ മുളക് ആദ്യം ഇട്ടങ്ങ് മിക്സിക്കകത്തിട്ടങ്ങ് പൊടിക്കാം. അല്ലെങ്കിൽ ഇത് ചിലപ്പം ഇതിൻ്റെ കൂടെ ഈ ചെറിയ ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് പൊടിഞ്ഞു വരില്ല. അവിടെ ഞാൻ ഈ മിക്സിക്കകത്തിട്ട് ഇതാദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് മുളക് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതിനകത്തോട്ട് നമ്മുടെ ഈ തേങ്ങായും ചെറിയ ഉള്ളിയും ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഉള്ളിയുടെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം കൊണ്ട് ഇതങ്ങ് അരഞ്ഞു വരും. അല്ലാതെ നമ്മൾ ഈ ചമ്മന്തിക്ക് വെള്ളം ചേർക്കത്തില്ല കേട്ടോ. നമ്മൾ ചമ്മന്തി പൊടിക്കുമല്ല എങ്കിലും അരയ്ക്കുവാണെങ്കിൽ പോലും. അപ്പോൾ നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഉപ്പ് വേണമെങ്കിൽ നമുക്കിട്ട് കൊടുക്കാം. അങ്ങനെ അരച്ച് നമ്മുടെ ചമ്മന്തി ഇവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ? മക്കളെ, നമ്മുടെ വറുത്തരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറ് കഴിക്കാൻ നമുക്കിത് മാത്രം മതി. വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ചമ്മന്തി, ഒരു ചീരത്തോരനും ഒരു ഇച്ചിരി അച്ചാറും ഒരു തൈരും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, കണ്ടില്ലേ? ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം മക്കളെ, വളരെ രുചികരമായിട്ടുള്ള പഴയകാല രുചിക്കൂട്ടായ നമ്മളുടെ വറുത്തരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. പിന്നെ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിതൊന്ന് കഴിക്കാം മക്കളെ. ഇത് കൂട്ടി നമുക്ക് ഈ ചോറൊന്ന് കഴിക്കാം. ഇത് കണ്ടിട്ട് തന്നെ വായിക്കൂടെ വെള്ളം വരുന്നു. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ എല്ലാവരും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.